അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രവാസ ലോകത്ത് ജീവിക്കുന്ന പല ആളുകളും ചോദിച്ച ഒരു സംശയമാണ്, നമ്മൾ നിസ്കരിക്കാൻ പള്ളിയിൽ പോകുന്ന സമയത്ത് പല മദ്ഹബുകളുള്ള ആളുകൾ ഉണ്ടാകും. അവിടെ ഹനഫി മദ്ഹബ്, ഹംബലി, മാലിക്കി ഒക്കെ ഉണ്ടാകും. നമ്മൾ ഷാഫിഈ മദ്ഹബിലുള്ള ആളുകളുടെ നിസ്കാരത്തിൽ നിന്നും വിഭിന്നമായി പല പ്രവർത്തനങ്ങളും അവരുടെ നിസ്കാരത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ മുമ്പ് നിയ്യത്ത്, തക്ബീറത്തുൽ ഇഹ്റാം, റുക്കൂ, ഇഅ്തിദാല്, സുജൂദ് വരെയുള്ള കാര്യങ്ങൾ വളരെ വിശദമായി വീഡിയോ ചെയ്ത് പലരും സംശയങ്ങൾ ചോദിച്ചതിന് അതിന് മറുപടിയൊക്കെ നൽകിയതാണ്. ഇപ്പോൾ അവസാനം എത്തി നിൽക്കുന്നത് അത്തഹിയാത്തിന്റെ ഇരുത്തമാണ്. അത്തഹിയാത്തിന്റെ ഇരുത്തം, ഒന്നാമത്തെ അത്തഹിയാത്തിന് ഇഫ്തിറാഷിന്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത്. 4 മദ്ഹബുകളിലെ ഇമാമിങ്ങളും അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അത് സുന്നത്തായ ഇരുത്തം അതാണ് ഹദീസിൽ വന്ന. ഇനി ഒരാൾ മറ്റൊരു രൂപത്തിൽ ഇരുന്നു എന്നതുകൊണ്ട് അവന്റെ നിസ്കാരം ബാത്തിലാവുകയില്ല. അഫ്ളലായ രൂപം, നല്ല രൂപം നഷ്ടപ്പെടും എന്നു മാത്രം. ഇനി സംശയം ഇതൊന്നുമല്ല. ആളുകൾ ചോദിച്ചത്, പല ആളുകളും അത്തഹിയാത്തിൽ കൈവിരലിങ്ങനെ അനക്കിക്കൊണ്ടിരിക്കുന്നു. ചിലരിങ്ങനെ സൈഡിലേക്കാക്കുന്നു, മറ്റു ചിലർ മുകളിലേക്കും താഴേക്കും. ചിലർ ഇടക്ക് അനക്കും, അതുപോലെ തന്നെ വീണ്ടും താഴ്ത്തി വെക്കും, പിന്നെ കുറെ കഴിഞ്ഞ് വീണ്ടും അനക്കും. എന്താണ് ഇത്? ഷാഫിഈ മദ്ഹബ് പ്രകാരം ഫിഖ്ഹ് പഠിച്ച നമുക്ക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ നമ്മൾ താഴ്ത്തി വെച്ചിരുന്ന വിരൽ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതോടുകൂടി ഉയർത്തുകയും ആ ഉയർത്തിയതിന് ശേഷം പിന്നെ സലാം വീട്ടുന്നതുവരെ ആ വിരലിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയും വേണമെന്നാണ് പ്രബലമായ അഭിപ്രായ പ്രകാരം നമ്മൾ മദ്രസ മുതൽ തന്നെ പഠിച്ചു വന്നിട്ടുള്ളത്. അങ്ങനെ പഠിച്ച നമുക്ക് ഇത്തരത്തിൽ അനക്കുന്നതൊക്കെ കാണുമ്പോൾ ഇത് നിസ്കാരത്തെ ബാത്തുലാക്കൂലേ എന്ന രൂപത്തിൽ സംശയങ്ങൾ വരുന്നത് സ്വാഭാവികമാണ്. എന്നാൽ അതിനെക്കുറിച്ച് വലിയൊരു ചിന്തയൊന്നും ആവശ്യമല്ല. സ്വഹീഹായ പല ഹദീസുകളിലും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൈവിരലുകൾ ഇങ്ങനെ മുകളിലും താഴിലും ഉയർത്തിയിരുന്നു എന്നും സൈഡിലേക്ക് ആക്കിയിരുന്നു എന്നും, അതുമാത്രമല്ല ചില ഹദീസുകളിൽ അല്ലാഹ് എന്ന പദം ഉച്ചരിക്കുന്ന സ്ഥലങ്ങളിൽ, ഉദാഹരണമായി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് കഴിഞ്ഞിട്ട് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്, പിന്നെ അല്ലാഹുമ്മ ഗഫിർലി മാ ഖദ്ദംതു, ഇങ്ങനെ അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രം കൈവിരൽ ഉയർത്തി എന്നുമൊക്കെ പല രൂപത്തിൽ പല ഹദീസുകളിൽ വന്നതിന്റെ അടിസ്ഥാനത്തിൽ മദ്ഹബിന്റെ പണ്ഡിതന്മാർ അവരുടെ മദ്ഹബുകളിൽ പ്രബലമാക്കിയ അഭിപ്രായങ്ങൾ വ്യത്യസ്തമാണ് എന്നതുകൊണ്ടാണ് പല മദ്ഹബുകളിലുള്ള ആളുകളും നിസ്കരിക്കുന്ന പള്ളി ആയതുകൊണ്ട് നമുക്ക് പല രൂപത്തിൽ കാണാൻ സാധിക്കുന്നത്. റുക്കൂഇനോ സുജൂദിനോ ഇഅ്തിദാലിനോ ഒന്നും മറ്റുള്ളവരിൽ നിന്ന് ഒരു രൂപ വ്യത്യാസവും ഒരു മദ്ഹബിലുമില്ല. ഇതുപോലെയുള്ള ചെറിയ കാര്യങ്ങളിൽ അപ്പോൾ അത് നമുക്ക് അംഗീകരിക്കേണ്ടതാണ്. നാം അംഗീകരിക്കുന്ന മദ്ഹബ് ഷാഫിഈ ആയതുകൊണ്ട് നമ്മുടെ നിസ്കാരം നമുക്ക് അങ്ങനെ തുടരാം. അതുകൊണ്ട് നിസ്കാരം ബാത്തിലാകും എന്ന് പറഞ്ഞ് നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് മോശമായി ധരിക്കരുത്. അവർ അംഗീകരിക്കുന്ന മദ്ഹബ് പ്രകാരം അപ്രകാരം ചെയ്യലാണ് അഫ്ളലായ രൂപം. അതുകൊണ്ടാണ് അങ്ങനെ അവർ ചെയ്യുന്നത്. ഷാഫി മദ്ഹബിൽ മാത്രമാണ് ഇങ്ങനെ ഉയർത്തിയിട്ട് അതേപോലെ സലാം വീട്ടുന്നത് വരെ നിൽക്കേണ്ടത്. മറ്റു മദ്ഹബുകളിൽ ഈ അഭിപ്രായം ഉണ്ടെങ്കിലും പ്രബലമായ അഭിപ്രായം ഞാൻ പറഞ്ഞതുപോലെ മുകളിലേക്കും താഴേക്കും ആക്കണമെന്നും അതല്ല സൈഡിലേക്ക് അനക്കണമെന്നും അതുമല്ല അല്ലാഹു എന്ന പദം ഉച്ചരിക്കപ്പെടുമ്പോൾ മാത്രം ഉയർത്തുകയും താഴ്ത്തുകയും വേണമെന്നും, ഇങ്ങനെ 4 രൂപത്തിലുള്ള അഭിപ്രായം 4 മദ്ഹബുകളിൽ ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നാം പല ആളുകളും കൈവിരലുകൾ അനക്കുന്നതൊക്കെ കാണുന്നത്. ഇപ്പൊ ഇമാമ് കൈവിരൽ ഇങ്ങനെ അനക്കുന്നുണ്ട്, അപ്പം അതുകൊണ്ട് നമ്മുടെ നിസ്കാരം ബാത്തിലായി പോകുമോ എന്ന സംശയം വരെ പലരും രേഖപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയം വിശദീകരിക്കേണ്ടി വന്നത്. ഇനി അത്തഹിയാത്തിന്റെ ഇരുത്തം ഏതു രൂപത്തിലൊക്കെയാണ് പറ്റുക എന്നത് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.